ആ ഹലോ. ആ നീ ഇന്ന് പണിക്ക് പോയിനാ? തിരക്കാ? ആ എന്റെ മോളെ പണിക്ക് പോയിച്ചാ പണിക്ക് പോയിന്. അതെ, അവിടെ പണി? ഇന്ന് അത് കുറച്ചടുത്ത് തന്നെയാണ്. എന്തിനാ എനിക്കെന്നാ അന്നേരം വിളിച്ചേ? ഒന്നുമില്ല, എനക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു വീട്ടില്, അതുകൊണ്ട് വിളിച്ചാ. എനിക്ക് ലീവാണെങ്കിൽ അതെയാ, ഒന്ന് വരുമോ ചോദിക്കാൻ വേണ്ടിട്ട്. ലീവ് ഇന്നലെ ലീവ് വേണം. അപ്പൊ എനിക്ക് ഇന്നലെ വിളിക്കറിയണോ? ആ ഇന്ന് ആ ഇന്ന് പണിക്ക് വന്നേ നിർബന്ധി കുറേ ദിവസം എന്നെ വിളിക്കുന്നു. അതെയാ? ആ ഉം. അടുക്കളയില് പൈപ്പ് ലീക്ക് എന്ന് പറഞ്ഞിട്ടാ വിളിക്കുന്നത്. കുറേ ദിവസമായി ഞാൻ അങ്ങനെ ഒഴിവാക്കി വിട്ടാ. അപ്പൊ ഇന്ന് എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ച് അങ്ങനെ വന്ന്. ആ ലീക്കില്ലേ? ഏ ലീക്കില്ലേ? ലീക്കുണ്ട് അടുക്കളയില്. അങ്ങനെ ഇവിടെ വന്നോക്കുമ്പോ ഒരു എന്താ പറയാ, ചേച്ചീനെ വിളിക്കണോ അല്ലേ ഇത് അങ്ങനെ ഒരു സ്ത്രീയാന്ന് വെച്ചാ നല്ല ഗ്ലാമറൊക്കെ ഉണ്ട് കാണാൻ. അപ്പൊ ഞാൻ വന്ന് ആണുങ്ങളുണ്ടാവും എന്നിട്ട് സാധനം മേടിക്കണം വന്നോക്കുന്നു. എനിക്ക് ചേട്ടൻ അവരല്ലേ. അപ്പൊ എന്റെ നമ്പർ ആരോ കൊടുത്തതാണ്. കുറേ പോലും പൈപ്പ് ഇങ്ങനെ ലീക്കായി കളിക്കുന്നു. കിച്ചണോ? ഒറ്റക്കേ ഉള്ളൂ? ആര്? ഞാനാ? ആ, നീ ഒറ്റക്കേ പോയി? ആ ചെറിയ പണിയാറുകൊണ്ട് ഞാൻ ചെക്കൻപിള്ളറെ കൂട്ടിയിട്ടില്ല. അപ്പൊ സാധനം മേടിക്കാനും പോകുന്ന ആരുമില്ല. ഞാൻ വന്ന് നോക്കുമ്പോ ചെറിയ ലീക്കുണ്ട്. ഞാൻ അതെല്ലാം അയച്ച് ഒന്ന് പേപ്പറിലിട്ട് പിടിച്ചൊന്ന് ടഫ്ലോണൊക്കെ ഇട്ട് ഒന്ന് ഫിറ്റ് ചെയ്ത് ലീക്ക് നിൽക്കുന്നില്ല. ഇതിന്റെ ഉള്ളിലുള്ള ചെറിയ സാധനം അത് മാറ്റണം. ത്രെഡ് പോയി. അപ്പൊ മേടിക്കാൻ പോകാനും ആളില്ല. ഈ ചേച്ചിയാങ്കില് എന്നാ പറയണ്ടേ, അരുവത്തൊന്നും തെറ്റൊന്നുമില്ല. അവിടെ ലീക്ക്. എനിക്ക് സഹായത്തിനൊന്നായിരിക്കൂലേ? അങ്ങനെ ആദ്യം പറഞ്ഞത് സഹായത്തിന്. ഞാൻ പറഞ്ഞ സഹായത്തിന് ആരെങ്കിലും ഞാൻ ചോദിച്ചിരുന്നു. സഹായത്തിന് വലിയ പണിയില്ല, ചെറിയ പണിയില്ല, എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഇടത്തിന് ഉണ്ടാവും. വരുമെന്നുള്ള ഉറപ്പ് പറയണേന്ന് ഓർത്താണ് വന്നത്. ഞാൻ ഉറച്ചു വന്നാ. തെറ്റാണ്ടൊന്നുമില്ല, നല്ലോണം സഹായിക്കുന്നുണ്ട്. ഒന്നും വേണ്ട. ഇത് എന്നാ പറയാ, പൈപ്പ് റേഞ്ച് പിടിക്കാനും പാൻറ് പിടിക്കാനൊക്കെ എടുത്തു തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്റെ മോളെ എടുത്തു തീർത്തിട്ട് ഒന്നൊന്നര എടുത്തു തീർത്താണ്. എന്നോട് ഞാൻ ഇങ്ങനെ പറയാ, ഒരു എന്നാ പറയണ്ടേ, ഒരു മാക്സി ഇട്ടിന് നമ്മള് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഇടുന്ന ഒരു മാക്സി ഇല്ലേ, കുറച്ച് ഉള്ള ടീമാണ്. അപ്പൊ മേലെ മാത്രല്ല, ഉള്ളില് ഒരു സാധനം കവറല്ല, എന്നാ പറയണ്ട, ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു മാക്സി. മേലെ നോക്കിയ ഉള്ളിലുള്ള എല്ലാ ഫിറ്റിങ്സും നമുക്ക് കാണാം. അല്ല, നീ പണിക്ക് പോകുന്ന അറിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അങ്ങനത്തെ അതെന്നെ എനിക്ക് മനസ്സിലാകാതെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നല്ലേ. ഞാൻ പറഞ്ഞില്ലേ, മാക്സി ഇട്ടിട്ട് കാണുമ്പോ ഉള്ളിൽ എല്ലാ ഫിറ്റിങ്സും മേലെ നോക്കിയാൽ കാണാം. നോക്കി നിൽക്കാൻ അങ്ങനെ നിൽക്കാൻ പറ്റുവാ? പക്ഷെ നോക്കി നിന്ന് പോവും. അടിയില് മറ്റേന്നാ പറയണ്ടേ, നമ്മൾ ഈ വെള്ളം വിളിക്കുന്ന ഈ ഉരുളൻകുറ്റിന്റെ കപ്പിയില്ല, അതിന്റെ അകത്ത് കയറിട്ട പോലെ ഞാൻ ഉള്ളിലുള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ ടൈറ്റായി വിരിഞ്ഞ് മുറുകിയിട്ട് അതൊക്കെ കാണാം, കളറ് പോലും. നോക്കാനില്ലൂടെ വരുമ്പോ തന്നെ കാണാം. എന്നാ ഇവരെ കുറിച്ച് നല്ല ആണെങ്കിൽ രക്ഷയില്ല. അപ്പൊ എടുത്തു തരുത്തോ? സാധനം എടുത്തു തരത്തല്ല, ഈ സാധനമൊക്കെ എന്റെ മേത്തിട്ടങ്ങ് വരച്ചു തരുത്താണ് പരിപാടി. മനസ്സിലായില്ല. അപ്പൊ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാതെ ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഏതൊരുത്തനുണ്ട് നമ്മളെ ഒരു മറ്റേ വത്സെന്ന് പറഞ്ഞ നമ്മളൊരു ഒരുത്തനുണ്ട് പോലും. കക്ഷിയോട് വെച്ച് കുറെ ആയിട്ട് ആളെ കിട്ടുന്നത്, അത് പ്ലംബിങ്. അങ്ങനെ കക്ഷി തപ്പി പിടിച്ചിട്ട് അവർ എന്റെ നമ്പർ പോയി. അങ്ങനെ നല്ലതല്ലേ പറഞ്ഞ ഒന്ന് രണ്ട് സാധനം മേടിക്കാൻ പോകണം, അതിനാളില്ല. ഞാൻ പിന്നെ എന്റെ അടുത്ത് ഞാൻ കുറച്ച് സാധനമൊക്കെ കൊണ്ടാകും. ഇങ്ങനത്തെ എന്താ പറയണ്ടേ, ചെറിയ ഡാമേജിന്റെ ഒരു രക്ഷപ്പെട്ടു. ഇത് കിച്ചണേ പറയുള്ളൂ, കിച്ചണേ ഇതേരം പറയുന്നു. ഇനി ഒന്ന് ബാത്റൂമിലുണ്ട് ചെറിയൊരു ലീക്ക്. ഇതെല്ലാം കൂടിയിട്ട് ഇല്ല, ഞാൻ എന്നിട്ട് ബാത്റൂമിൽ എല്ലാം കയറി. നല്ല എന്താ സൗകര്യം എന്നറിയാം, എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പൊ ഈ ഷവറിന്റെ വരെ ചെറിയൊരു ലീക്ക് ഉണ്ട്.
പിന്നെ അതിന്റെ നമ്മള് വെള്ളം വെക്കുന്ന പൈപ്പ് ഉണ്ട്, അതിന്റെ ആടുന്ന ഒരു ചെറിയ ലീക്ക്. ഞാൻ അതൊക്കെ അയച്ച് ഒന്ന് പൂപ്പൽ പിടിച്ചിട്ടാണ് നിലത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇവരെന്റെ അടുത്തൊന്നും മാറുന്നേ ഇല്ല. ബാത്റൂമിൽ ഞാൻ വെച്ച ആ പണിയൊക്കെ കഴിഞ്ഞ്. ഇല്ല, അത് മാത്രല്ല, ഇവിടുന്ന് ചെറിയ ലീക്കെല്ലാം കൊണ്ട് കഴിക്കുക. എന്നിട്ട് ഒരു ഇതുമില്ല, അരുവത്ത് ഇങ്ങനെയാണ്. സഹായത്തിന് വന്നില്ലേ പിന്നെ? എന്റെ മോളെ സഹായം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ സഹായിക്കല് മനുഷ്യനെ? സഹായിച്ച് ലാസ്റ്റ് എന്റെ ടോളിങ് പൊന്താൻ തുടങ്ങി. ഞാൻ എന്നോട് പറയണ്ട, ആരോടും പറയണ്ട കേട്ടോ. ഞാനാരോടും പറയില്ല. എന്ത് ചെയ്യാ, ഇവരിങ്ങനെ വന്നിട്ട് അതോ ശരിക്കില്ല, നമ്മളെ ഈ പ്ലാസ്റ്റിക് സഞ്ചിയിൽ വെള്ളം നിറച്ച എങ്ങനെ ഉണ്ടാവും അതുപോലെ ഇങ്ങനെ എല്ലാ സാധനവും കുലുങ്ങി എന്റെ മേത്തോട്ടേക്ക് തട്ടിയിടുന്നു. ഇങ്ങനെ ഉണ്ടാവും. ഇത്രയും സോഫ്റ്റ് ആയിരിക്കും ആൾക്കാരെ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെല്ലോ. സോഫ്റ്റ് ആയിരിക്കും. നീ എനിക്ക് കല്യാണം കഴിച്ചു നോക്കി അറിയല്ലോ, അല്ലെങ്കിൽ അവരെ തന്നെ നോക്കിയാ പോരുന്നു. ഓ, കല്യാണം കഴിക്കണ്ടെന്ന് തോന്നി. എന്താണ് ഒരു അവർക്ക് ഒരു പ്രശ്നവും. അങ്ങനെ തട്ടല് മുട്ടല് അത് കഴിക്ക് ഇത് കഴിക്കാണ് ഓരോന്നും കഴിച്ച്. വേറെയൊന്നും കഴിക്കാതെ ഭാഗ്യം. എന്തെന്ന് വേറൊന്നും കഴിക്കാതെ ഭാഗ്യം? അല്ല, പെണ്ണുങ്ങളായിട്ട് കഴിക്കാതെ ഭാഗ്യം എന്ന് പറയാ. എന്നിട്ട് താഴത്തെ ഇത് കഴിച്ചപ്പോ ആങ്കിൾ ക്ലോക്ക് പോയി, അത് കഴിച്ച് ഭാഗ്യത്തിന്. ഞാൻ പറഞ്ഞു ഇത് പുറത്ത് മേടിക്കാൻ പോണം, പൈസ ഒന്നൊരു വിഷയേ ഇല്ല. പൈസക്ക് എന്നോട് പൈസ എന്നെ ചോദിച്ചാ, നീ അത് ചെയ്യ് ഇത് ചെയ്യ്, എന്താ ലീക്ക് മാറ്റാൻ വന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് ചെയ്യിക്കലെന്നെ. പൈസ മാറ്റാൻ വന്ന എനക്ക് ലീക്കായി. അതാണ് അവസ്ഥ. അല്ലാതെ എനിക്ക് ലീക്ക് തുടങ്ങി. കുഞ്ഞുങ്ങള് ഷവർ ആയോ നമുക്ക് അറിയാതെ അറ്റത്തിരിക്കല് മൊത്തം വെള്ളം എന്റെ മേത്ത് നനഞ്ഞ്. അപ്പൊ അവരും അങ്ങ് നനഞ്ഞു. നനഞ്ഞപ്പോ എന്തെന്ന് അയ്യോ എന്ന് മറ്റ് അറിയാതെ പോലെ എന്നെ കെട്ടി അങ്ങ് പിടിച്ച്. കെട്ടിപ്പിടിച്ച് പിന്നെ ഞാൻ മനസ്സിലേക്ക് ആരെ കാണൂലേ, ഇനിയിപ്പോ എന്തെന്ന് കാണേ. ഇപ്പൊ ഇനി ഇവിടെ ആരും വരാനൊന്നുമില്ല. ഞാൻ ഫ്രണ്ടിലെ ഡോറിൽ അടച്ചിട്ടാ ഉള്ളെ, ആരും വരുന്ന. പിന്നെ മോളെ എന്തെന്ന് അടിപൊളി. ലീക്കും ശരിയാക്കണ്ട, ഒന്നും ശരിയാക്കണ്ട. പെണ്ണുങ്ങൾക്ക് അവർക്ക് ലീക്ക് തുടങ്ങി. അവരെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരെ എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞ ചേച്ചി അത് അങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞ ചേച്ചി അങ്ങനെ ശരിയാവില്ല ചെയ്യൂ, ഞാൻ ശരിയാവില്ല, ഞാൻ കല്യാണം കഴിക്കാതാണ്. അതിനെന്നാ ഇങ്ങനെ കല്യാണം കഴിച്ചാലേ പറ്റൂ. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. എന്നെ ഒരു വിധത്തിലും വിടുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡ്രസ്സൊക്കെ നനഞ്ഞ് പണി ഡ്രസ്സായിരുന്നു, അവിടുന്ന് മാറ്റായിക്ക്. മൊത്തം നിർബന്ധിച്ചിട്ട് അയച്ച് ഞാൻ വാഷ് ചെയ്ത് തരാം, പിഴിഞ്ഞ് തരാം, മെഷീനിലിട്ടിട്ട് അലക്കി തരാം. അതിന് മെഷീനിന്ന് വെള്ളം കളയാൻ മൊത്തം. പിന്നെ ബാക്കി ഞാൻ പറയാണ്ടല്ലോ. എന്റെ മോളെ അടിയില് മാത്രല്ല, അടിയിലിട്ട മാത്രല്ല വിട്ടില്ല തന്നെ. ലാസ്റ്റ് നിർബന്ധിച്ചിട്ട് ഇതുവരെ ഒരു വീട്ടിലും മണിക്കൂർ ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. ആദ്യമായിട്ട് ഇതെല്ലാം പഠിച്ചൂടെ? ഒന്നുമില്ല മോളെ, പഠിപ്പിച്ചെന്ന ശരിക്കും പറഞ്ഞാല് ഞാൻ പറഞ്ഞ വലിയ ഇത് ബാത്റൂം, വലിയ ബാത്റൂം അവിടെ വെച്ചിട്ട് തന്നെ ഞാൻ ബാത്റൂം എനിക്ക് പണിയൊന്നുമില്ല. എനിക്ക് നിന്നെ കണ്ടേരും എന്തോന്നറിയില്ല, എനിക്ക് എന്റെ ഹസ്ബൻഡ് വന്ന പോലെ തോന്നിയും പറഞ്ഞിട്ട്. ബാക്കിയെല്ലാം എന്നാ സംഭവിച്ചെന്ന് അറിയില്ല. അവരെന്നെ എന്നെ കൊണ്ടല്ല ജയിച്ചു. ഇല്ലെന്ന് പറഞ്ഞാ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ എല്ലാം ജയിച്ചു. എനിക്ക് ചോദിച്ചൂടേനോ,
ഇനിയും എന്നെ വിളിക്കണേന്ന് പണിയുണ്ടെങ്കിലും ഇനിയും വിളിക്കണേന്നല്ല അങ്ങനെ ഞാൻ പറയുന്നത് അങ്ങനെ ഒന്നും പറയണ്ട എനിക്കൊന്നും പറയണ്ട എല്ലാം ചെയ്യാതെ ഞാൻ ചില പറഞ്ഞു കേട്ടിട്ടു ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ കളിക്കുന്നു എന്ന് അങ്ങനെ ഒരുമിച്ച് നല്ല ഒരു കളി അങ്ങ് നടത്തിച്ച് ഒന്നും പറയണ്ട. അവർക്ക് ശരിക്കും പറഞ്ഞാല് പൈപ്പ് ലീക്ക് ഇതൊന്നും അല്ല അവർക്ക് വേണ്ടേ. അവർക്ക് ലീക്ക് മാറ്റല്ല, അവരെ ലീക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് നടക്കുന്നത്. ഇങ്ങനെ ഉണ്ടാവുക ഞാൻ വിചാരിച്ച എന്നുവെച്ചാ പിന്നെ ഒന്നുമില്ലാണ്ട് ഒരുമിച്ച് ലാസ്റ്റ് കുളിയും കഴിഞ്ഞ് എന്താ ഡ്രസ്സ് നനഞ്ഞത് അതുപോലെ എന്നോടെ വെച്ചിട്ട് ഒരു തൂവാലോണ്ട് തൽക്കാലം കൊടുത്തിട്ടിരുന്നു. ആരും വരുന്നില്ല, പോയിരിക്കാൻ അങ്ങോട്ട് പോയിട്ട് എന്റെ പേനുകൾ അടിക്കി ഉണക്കിയിട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോ ഇനിയില്ല ഇനി അതെല്ലാം ഫിറ്റ് ചെയ്തേ എന്നും പറഞ്ഞ് പിന്നെ പറയണ്ട എന്നാ തുരുതുര ഉമ്മോക്കലും എന്നിട്ട് പറഞ്ഞ് ഇത് എനിക്ക് മേലാത്ത ബാത്റൂമിൽ ചെറിയ പണി ഞാൻ പറഞ്ഞ അതേ ഇല്ല ഇന്ന് വേണ്ട പിന്നീട് ഞാൻ വിളിക്കും എന്തായാലും വരാണ്ടിരിക്കണമെന്നും പറഞ്ഞു. ചേച്ചി അത് ശരിയാവില്ല അങ്ങനെ പറയാൻ ഞാൻ ഇതെല്ലാവരും വിളിച്ചു പറയും നീ വന്നിട്ട് എന്നെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അതുപോലെ കളിച്ചെന്നെല്ലാം പറഞ്ഞ് ഞാൻ വിളിച്ചു പറയും എന്ന് പറഞ്ഞു. ഞാൻ എന്റെ പറഞ്ഞ നിന്റെ നമ്പർ നീ ഇതാരോടും പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാല് നീ എന്നാ വന്നിട്ട് ഇങ്ങനെ ഇതാക്കിയെന്നേ ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല, ഒന്നും നോക്കിയില്ല. ഒരു 4000 ഉറുപ്പിക എടുത്തിട്ടില്ല നിന്റെ സാധനത്തിന്റെയോ എല്ലാം കൂടിയിട്ട് മതിയാവോ അല്ല വേറെ പൈസ വേണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനക്കിത്രയൊന്നും പൈസ വേണ്ട, എന്റെ കൂലി ഞാൻ മേടിക്കുന്ന 1200 ഉറുപ്പിയാണ്. 1200 ഒരു 500 ഉറുപ്പ്യന്റെ സാധനം ആയിട്ടുണ്ടാവും. 500 ഇല്ല ഇവിടെ 1500 വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അല്ല ആ പൈസ എനിക്ക് ഞാൻ തന്നെയാണ് വെച്ചത് 4000 കൂലിയ. ഞാൻ ഇതിന്റെ പണിക്കാരൻ ഞാനീ സന്തോഷമാണ് എന്നാ പേടിയും തോന്നുന്നു. ഞാൻ എല്ലാവരോടും പറയാം അന്നേരമിപ്പോ നീ വിളിക്കുന്നു നിന്റെ പൈപ്പ് ഇങ്ങനെ വല്ല ലീക്കും ആണോ? എന്റെ പൈപ്പ് സാധാരണ ലീക്കാണ്. ആരും പറഞ്ഞേക്കല്ല, ഞാൻ നമ്മളെ ചങ്ങായിമാർക്കൊന്നും പറയാൻ പറ്റൂല. പിന്നെ അവര് ചിലപ്പോ മണത്ത് പിടിച്ച് തരം നോക്കിട്ട് അവര് വാങ്ങി. സത്യം പറഞ്ഞാല് ഒരുമിച്ച് ഹെൽപ്പർ പിള്ളേരെ കൂട്ടാതെ നന്നായി. അപ്പൊ കാണാനോ നമ്മളെ സിനിമാടി മീനില്ലേ അത്ര തടിയില്ല സതീ പറയണ്ട. അങ്ങനെ അത് കഴിഞ്ഞപ്പായി ഇഷ്ടപ്പെട്ടായിരിക്കുന്ന രണ്ടുമുണ്ട്. അങ്ങനെ എന്റെ നമ്പർ ആളെ ലോക്കായി നമ്പർ മേടിച്ചു വെച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും വരാത്ത ബാത്റൂം പണി അവിടെ പണിയൊന്നും ഉണ്ടല്ലോ, ആ പണി ഈ പണിയാണ് നമുക്ക് മനസ്സിലായി. അതിലടക്കം എന്റെ പണി തീർത്തായിരുന്നു കേട്ടോ നീ. അത് കാര്യമില്ല, പിന്നെന്തായാലും വരാൻ കഴിയില്ല. പണി കഴിഞ്ഞ് ഞാൻ അറിയാമല്ലോ, പിന്നെ ഇന്നത്തെ പണിന്റെ പൈസയും കിട്ടല്ലോ. ഞാൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നീ എന്നെ വിളിച്ചത്. ഞാൻ പുറത്തെത്തി, അവര് പറഞ്ഞ് ചെയ്യുന്നുണ്ടാവും. നാളെ എന്റെ വീട്ടില് നാളെ വരാം. നിന്റെ വീട്ടിൽ ഇങ്ങനെ ആയിരിക്കും. എന്റെ വീട്ടിലാണ്. ഇനിയിപ്പോ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നാളെ വരാം. അപ്പൊ ഇതാണ് അവസ്ഥ. ഇവര് എന്നോ വിളിക്കോ? അത് 2 ദിവസം കഴിഞ്ഞ് വിളിക്കും. തളരുമ്പോ വിളിക്കുമായിരിക്കും. ആദ്യം ഞാൻ പെട്ടു എനിക്കല്ലേ കോളേജില് നേരായ അവസ്ഥ ഞാൻ വിളിച്ചു പറയാൻ മതി. ഞാൻ നാളെ വരാം. ഇത് ചെറിയ എവിടെയാന്ന് ലീക്ക് എവിടെയാ? ലീക്ക് ഇതിങ്ങനെ പുറത്തെ അടുക്കളയിൽ പോയി വറാന്തയിലുള്ള പൈപ്പ് പാത്രം കഴുകുന്നേ. അത് എനിക്കൊന്നും ചെയ്താ പോരെ? അത് ഞാൻ കൊറേ നോക്കി, ഞാൻ വാങ്ങുന്നില്ല. എന്നാ പിന്നെ നാളെ മാറ്റിയിടാനുണ്ട് പൈപ്പ്. നാളെ വന്നിട്ട് നോക്കാം. ഞാൻ വേറെ പണിക്ക് പോകുമ്പോ അതിലോട്ട് വന്നിട്ട് പോയാ പറയാ. ഒരുപാട് സമയം കുറച്ച് സമയമുള്ളൂ. ഞാൻ മാറ്റി. ഓക്കെ ഞാൻ വന്നിട്ട് നോക്കിയിട്ടില്ല.